ഗാലക്സി സ്മാർട്ട് ഫോണുകൾക്ക് നേരെ ഹാക്കിംഗ് ശ്രമം നടക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പുമായി ദക്ഷിണ കൊറിയൻ ടെക് ഭീമനായ സാംസങ്. സെപ്റ്റംബറിലെ സുരക്ഷാ അപ്ഡേറ്റ് കമ്പനി പരിഷ്കരിച്ചു. യോഗ്യതയുള്ള എല്ലാ ഫോണുകൾക്കും ഇപ്പോൾ അപ്ഡേറ്റ് ലഭിക്കും. ആൻഡ്രോയിഡ് 13 അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെയാണ് ഈ ഭീഷണി ബാധിക്കുന്നത്. ആപ്പിളിന്റെ ഐഫോണുകളെ ബാധിക്കുന്ന സാങ്കേതിക പിഴവുകൾ വാട്സ്ആപ്പ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് സമാനമാണ് സാംസങ് ഗാലക്സി ഫോണുകളെയും ബാധിക്കുന്ന പ്രശ്നമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു ഉപയോക്താവിന്റെ ഉപകരണത്തിലേക്കും അതിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റയിലേക്കും അനധികൃത ആക്സസ് നേടുന്നതിന് ഈ പ്രശ്നത്തിന് സാധിക്കുമെന്ന് സാംസങ് പറയുന്നു. ഇമേജ് പാഴ്സിംഗ് ലൈബ്രറിയിലെ മെമ്മറി ദുർബലത ഹാക്കർമാർക്ക് വിദൂരോപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഗാലക്സി ഫോണിൽ ദോഷകരമായ കോഡുകൾ പ്രവർത്തിപ്പിക്കാൻ വാതിൽ തുറക്കുന്നുവെന്ന് സാംസങ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇത് മറ്റ് മെസ്സഞ്ചറുകളെയാണോ അതോ വാട്സപ്പിനെയാണോ ബാധിക്കുകയെന്ന് ഇതുവരെ വ്യക്തമല്ല. എന്നാൽ 3 ബില്യൺ ഉപയോക്താക്കളുള്ള വാട്സപ്പ് മിക്കവാറും എല്ലാ ഗാലക്സി ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇത് ഒരു വലിയ ആക്രമണ സാധ്യത തുറക്കുന്നു. ഗൂഗിളിന്റെ പ്രൊജക്ട് സീറോയിലെ 3ാം കക്ഷി ഇമേജ് ഹാൻഡ്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പരിധിക്ക് പുറത്തുള്ള കോഡിംഗ് ആണ് അപകട സാധ്യതയെന്ന് സാംസങ് പറയുന്നു. ഓഗസ്റ്റ് 13 വെളിപ്പെടുത്തിയ ഈ ഭീഷണി ആൻഡ്രോയിഡ് 13, 14, 15, 16 എന്നിവയെ ബാധിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സാംസങ്ങും വാട്സപ്പും പാച്ചുകൾ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് ബ്ലാക്ക് ഡക്കിന്റെ നിവേദിത മൂർത്തി സ്ഥിരീകരിച്ചതായി ഫോർബേസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അപകട സാധ്യതയ്ക്ക് അതിതീവ്രത റേറ്റിംഗ് നൽകിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അപ്ഡേറ്റ് പ്രയോഗിക്കുന്നത് അടിയന്തരമാണെങ്കിലും ഉപയോക്താക്കൾ അവരുടെ ഊഴത്തിനായി കാത്തിരിക്കണമെന്നതാണ് സാംസങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. പിക്സലിന്റെയോ ഐഫോണിന്റെയോ അപ്ഡേറ്റ് പോലെ അത്ര ലളിതമല്ല സാംസങ് അപ്ഡേഷൻ. മോഡൽ മേഖല, കരിയർ എന്നിവ അനുസരിച്ച് ഗാലക്സി അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല എന്ന് വിദഗ്ധർ പറയുന്നു. എന്തായാലും നിങ്ങളുടെ ഡിവൈസ് സാംസങ്ങിന്റെ പ്രതിമാസ അപ്ഡേറ്റ് ഷെഡ്യൂളിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ അപ്ഡേറ്റിനായി കാത്തിരിക്കുക. അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോൺ എത്രയും വേഗം റീബൂട്ട് ചെയ്യുക.